കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സർക്കാർ സേവനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാൻ ബഹ്റിൻ സർക്കാർ പുറത്തിറക്കിയ മൈഗവ് ആപ്പുമായി രാജ്യത്തെ 9 സർക്കാർ ആപ്ലിക്കേഷനുകൾ യോജിക്കും. ഇതിൻ്റെ ലയനം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. നിലവിലുള്ള സർക്കാർ ആപ്പുകളെ 3 പ്രധാന ആപ്പുകളുമായി സംയോജിപ്പിക്കുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെൻറ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അൽ ഗായിദ് പറഞ്ഞു. 2025 ആദ്യപാദത്തിൽ മൈഗവ് ആപ്പ് വികസിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടം നടപ്പാക്കിയതായി അദ്ദേഹം അറിയിച്ചു. മൈഗവ് ആപ്പ് ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ 1 ലക്ഷം ഡൗൺലോഡുകളാണ് ഇതുവരെ നടന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 80080001 എന്ന നമ്പറിൽ സർക്കാർ സേവന കോൾ സെൻ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റിനിൽ താമസ നിയമലംഘനങ്ങൾ നടത്തിയ 118 പേരെ നാടുകടത്തിയതായി LMRA അധികൃതർ അറിയിച്ചു. കൂടാതെ ഫെബ്രുവരി 16 മുതൽ 22 വരെ നടത്തിയ 983 പരിശോധനകളിൽ 30 നിയമലംഘകരെ പിടികൂടിയതായും അധികൃതർ അറിയിച്ചു. പരിശോധനകൾ അധികവും ക്യാപിറ്റൽ ഗവർണറേറ്റിലാണ് നടത്തിയത്. കഴിഞ്ഞ വർഷം 62,814 പരിശോധനകളും 961 സംയുക്ത ക്യാമ്പയിനുകളും നടത്തിയിരുന്നു. നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയ 7,853 പ്രവാസികളെ നാടുകടത്തുകയും ചെയ്തിരുന്നു. ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിലെ 35 തൊഴിലുകളിൽ വിദേശികളെ നിയമിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന നിർദ്ദേശവുമായി MPമാർ. സ്വദേശിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ബഹ്റൈനികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കാനും നിർദ്ദേശത്തിൽ MPമാർ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, മാധ്യമങ്ങൾ, പബ്ലിക് റിലേഷൻസ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, കറൻസി എക്സ്ചേഞ്ച്, ഏവിയേഷൻ, വൈദ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, ഫോറൻസിക്, നിയമം, ഭൂമിശാസ്ത്രം, സാമൂഹിക ശാസ്ത്രങ്ങൾ, സാഹിത്യവും ഭാഷകളും എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ ജോലികളാണ് സ്വദേശികൾക്ക് മാത്രമായി സംവരണം ചെയ്യണമെന്ന ആവശ്യം MPമാർ ഉന്നയിച്ചിരിക്കുന്നത്. സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം പാർലമെൻറ്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലം സേവന സമിതി അവലോകനത്തിനായി അയച്ചു. ഇന്ത്യൻ സ്കൂളിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം ലോക സ്കൗട്ട് ദിനവും ലോക ചിന്താ ദിനവും വിവിധ പരിപാടികളുടെ ജൂനിയർ ക്യാമ്പസിൽ ആഘോഷിച്ചു. ഇസ ടൗൺ ക്യാമ്പസിലെയും ജൂനിയർ ക്യാമ്പസിലെയും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, പ്രൊജക്ട് ആൻഡ് മെയിൻ്റനൻസ് അംഗം മിഥുൻ മോഹൻ, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയാല G എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി V രാജപാണ്ഡ്യൻ പതാക ഉയർത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ആശംസാ പ്രസംഗം നടത്തി. ദീർഘകാലം KMCC ബഹ്റിൻ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അസൈനാർ കളത്തിങ്കലിന് പ്രഥമ വേൾഡ് KMCC കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ബഹ്റിൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാന്റെ ശബ്ദ സന്ദേശം സദസ്സിനെ കേൾപ്പിച്ചു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് അസീസ്, ഈസ്റ്റ് റിഫ സീനിയർ നേതാവ് കുട്ടൂസ മുണ്ടേരി, സംസ്ഥാന ട്രഷറർ KF മുസ്തഫ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, OICC നേതാവ് ചെമ്പൻ ജലാൽ, പ്രമുഖ ബിസിനസ്മാൻ ഫാറൂഖ് കൊണ്ടോട്ടി എന്നിവരും സംസാരിച്ചു. മുൻ പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി ചടങ്ങിൽ അസൈനർ കളത്തിങ്കലിനെ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അലി അക്ബർ കീഴുപറമ്പ് സ്വാഗതവും സെക്രട്ടറി അനീസ് ബാബു കാളികാവ് നന്ദിയും പറഞ്ഞു. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. തർബിയ ഇസ്ലാമിക് സൊസൈറ്റി സമൂഹ നോമ്പ് തുറക്കായി വർഷം തോറും നടത്തിവരുന്ന റമദാൻ ടെന്റിന് തുടക്കമായി. ഉമ്മുൽ ഹസം കിങ് ഖാലിദ് മസ്ജിദിനോട് ചേർന്ന് തയ്യാറാക്കിയ ടെന്റിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് ഷെയ്ഖ് റാഷിദ് അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സഹൽ അൽ മുഹമ്മദിയുടെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ ശാസ്ത്ര വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ ഡോക്ടർ സഹദുല്ല അൽ മുഹമ്മദി സ്വാഗതം പറഞ്ഞു. റമദാനിൽ നിരവധി പേർ ഇഫ്താറിനായി എത്തുന്ന ടെന്റ് തർബിയ ഇസ്ലാമിക് സൊസൈറ്റിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഡോക്ടർ സഹദുല്ല അറിയിച്ചു. ഷെയ്ഖ് ഇബ്രാഹിം ഷാഹിൻ, ഷെയ്ഖ് സൊലാഹ് അൽ ഫഹീഗി, ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അൽ മദീനി, ഷെയ്ഖ് ഡോക്ടർ മെഹബൂബ് ബുആസിം എന്നിവർ സംസാരിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റിനിലെത്തിയ വടകര MP ഷാഫി പറമ്പിൽ ദാർ അൽ ഷിഫ മെഡിക്കൽ സെന്റർ ഹൂറ ബ്രാഞ്ച് സന്ദർശിച്ചു. ദാർ അൽ ഷിഫ മെഡിക്കൽ ഗ്രൂപ്പ് മാനേജർ ഷമീർ പൊട്ടച്ചോല, മാർക്കറ്റിംഗ് ഹെഡ് റജുൽ കരുവാന്തോടി, HR ഡയറക്ടർ റഷീദ മുഹമ്മദ് അലി, BDM അബ്ദുൽ നസീബ്, ഷജീർ മോയക്കൽ, ഡോക്ടർ നിസാർ അഹമ്മദ്, അമൽ, മുഹ്സിൻ, നൌഫൽ, ഫസലുദ്ദീൻ, സൽമാൻ, ഷിജാസ്, ഷാസിയ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നിസാർ കുന്നംകുളത്തിങ്കൽ, റംഷാദ് അയലക്കാട്, ലത്തീഫ് അയഞ്ചേരി തുടങ്ങിയവർ അനുഗമിച്ചു. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖലയുടെ ആഭിമുഖ്യത്തിൽ 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അരങ്ങ് 2K25 എന്ന കലാകായിക സാംസ്കാരിക സാഹിത്യ മത്സരങ്ങളുടെ ഭാഗമായി സിഞ്ച് അൽ അഹ്ലി സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ ബഹ്റൈൻ തഗ് ഓഫ് വാർ അസോസിയേഷനുമായി സഹകരിച്ച് തോൾശൈലി, തരംഗശൈലി വിഭാഗങ്ങളിൽ വടംവലി മത്സരങ്ങൾ നടത്തി. 12 ടീമുകൾ പങ്കെടുത്ത തരംഗശൈലിയിൽ ആര്യൻസ് പൊന്നാനി വിജയികളായി. കാനു ബ്രദേഴ്സ് ടീം റണ്ണേഴ്സപ്പും വോയിസ് ഓഫ് ആലപ്പി B ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. തോൾ ശൈലിയിൽ MMS E കിങ്സ് ടീം വിജയികളായി. ആര്യൻസ് പൊന്നാനി റണ്ണേഴ്സപ്പും അരിക്കൊമ്പൻസ് ബഹ്റൈൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം ബഹ്റൈൻ KFA ഫൗണ്ടർ മെമ്പറും കിക്ക് സ്റ്റാർ ബഹ്റൈൻ മാനേജറുമായ ഹസീബ് അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാ അംഗവുമായ CV നാരായണൻ, പ്രതിഭാ പ്രസിഡന്റ് ബിനു മണ്ണിൽ, അരങ്ങ് 2K25 ചെയർപേഴ്സൺ ഷീബ രാജീവൻ എന്നിവർ ആശംസകൾ നേർന്നു.